ഹായ് ഓൾ, നമുക്കിന്നൊരു ക്യാരറ്റ് പൊട്ടറ്റോ മെഴുക്കുവരട്ടി ഉണ്ടാക്കാമേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3 മീഡിയം സൈസ് ക്യാരറ്റ് നീളത്തിലരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു രണ്ട് മീഡിയം സൈസ് പൊട്ടറ്റോ എടുത്ത് നീളത്തിലരിഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്, അതിൻ്റെ സ്റ്റാർച്ച് ഒന്ന് പോകാനായിട്ട്. അതിനുശേഷം ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിനകത്തോട്ട് ഞാനൊരു 3-4 വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു ഹാഫ് മീഡിയം സവോള, പിന്നെ ആണെങ്കിൽ ഒരു 4-5 പച്ചമുളക്, ഒരു ഇച്ചിരി കരിയാപ്പലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് സോഫ്റ്റായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് അവനവൻ്റെ എരിക്കനുസരിച്ചാണ്. ഇപ്പം ഞാൻ ഇച്ചിരി എരി വേണ്ടതുകൊണ്ട് ഇച്ചിരി ഏറെ മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്താണ്. നിങ്ങൾക്ക് എരി കുറവ് മതിയെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഒന്ന് മൂക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി ഒരു ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുവാണ്. നിങ്ങൾക്ക് ഇത്രയൊന്നും എരി വേണ്ടെങ്കിൽ ഇടണ്ട, ഞാൻ ഇച്ചിരി എരി ആയിക്കോട്ടെ എന്ന് കരുതി ഇടുവാണ്. അതിനുശേഷം ഞാൻ നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുത്തേ, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തേ. ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാമേ. ഞാനിപ്പോൾ ഇച്ചിരി ഇടുന്നുണ്ട്. അത് വെന്ത് കഴിഞ്ഞ് ബാക്കി ഇട്ട് കൊടുക്കാമേ. നന്നായിട്ട് മുളകൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് അടച്ചു കൊടുക്കുവാണ്. ഇതിപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, 2 മിനിറ്റ്. നമ്മുടെ ക്യാരറ്റ് ഒരു ഇച്ചിരി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇച്ചിരി വെള്ളം ഒന്ന് തൂവി കൊടുക്കുവാണ്. ഈ ക്യാരറ്റ് ഇപ്പോൾ ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് പൊട്ടറ്റോ കൂടി ഇട്ട് കൊടുക്കുവാണ്. പൊട്ടറ്റോയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. വീണ്ടും നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാമേ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മൂടി ഒന്ന് തുറന്ന് നോക്കി. അപ്പോൾ അത് ഹാഫ് വെന്തിട്ടുണ്ട്. ഒന്നുകൂടെ അടച്ചു കൊടുക്കുവാണ്. നമ്മുടെ പൊട്ടറ്റോയും ക്യാരറ്റും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യാൻ പോവാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വേറെ കറിയൊന്നും ഇല്ലാത്തപ്പോഴൊക്കെ നോയമ്പാകുമ്പോഴും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മെഴുക്കുവരട്ടിയാണ്. താങ്ക് യു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.